എല്ലാവർക്കും നമസ്കാരം. ആയില്യം നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 9ാമത്തെ നക്ഷത്രമാണ് ഈ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പ്രതീകമായ ബുധൻ നക്ഷത്രനാഥനായിട്ടുള്ള അതീവ നിഗൂഢതകളും കൂർമ്മ ബുദ്ധി നിറഞ്ഞ ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ ആയില്യം നക്ഷത്രം. വാസ്തവം പറഞ്ഞാൽ 27 നക്ഷത്രങ്ങളിൽ വെച്ച് അതിനിഗൂഢമായിട്ടുള്ള 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ആയില്യം നക്ഷത്രം. ആ നിഗൂഢതകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ കേട്ട് അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായും മനസ്സിലാകും. അതുതന്നെയാണ് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ ശക്തിയും. ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന ഈ നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രസൻറ്റ് ഏജ് അനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. ഇത് പറയാൻ കാരണം ഇവിടെ ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ വലിച്ചു വാരി പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം തീർച്ചയായും കളയില്ല. പകരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാനിനി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്ന് ചിന്തിച്ച് ചിന്താക്കുഴപ്പത്തിലാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഒരു ചൂണ്ടുപലക പോലെ അല്ലെങ്കിൽ ഒരു അത്താണി എന്ന പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള ആ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്ത് എന്ന് കൃത്യമായി ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തരും. ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ പ്രായം വെച്ചുകൊണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും നോക്കാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു വയസ്സ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുമ്പോൾ അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ഫലങ്ങളും കൃത്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ പാസ്റ്റും ഫ്യൂച്ചറും ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ഫലം പറയുന്നത്. ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 9ാമത്തെ നക്ഷത്രമായ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പ്രതീകമായ ബുധഭഗവാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ബുധൻ നക്ഷത്രനാഥനായിട്ടുള്ള അതീവ നിഗൂഢതകളും ബുദ്ധിശക്തിയും നിറഞ്ഞ ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ ആയില്യം നക്ഷത്രം. മാത്രവുമല്ല, വിശ്വാസപ്രകാരം നാഗരാജാവായ അനന്തനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. ഇതാണ് നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന ആ ഒരു ശക്തി. ജ്യോതിഷത്തിൽ ചുരുണ്ട് കിടക്കുന്ന പാമ്പാണ് ഇതിൻ്റെ അടയാളമായിട്ട് പറയുന്നത്. ഈ പറഞ്ഞത് നമ്മുടെ നിത്യജീവിതവുമായി ഒന്ന് ഉപമിച്ച് നോക്കിയാൽ ഒരു പാമ്പ് സാധാരണയായി ശാന്തമായി അങ്ങനെ കിടക്കുമെങ്കിലും അതിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ തന്നെ ഉപദ്രവിക്കുന്ന ആ വ്യക്തി ശത്രുവാണെന്ന് കണ്ടുകൊണ്ട് ആ ശത്രുവിനെ തകർക്കാൻ അത് ആവത് ശ്രമിക്കുന്നത് പോലെ ഈ ആയില്യം നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ആരെയും അനാവശ്യമായി ദ്രോഹിക്കാൻ പോകാത്തവരാണ്. എന്നാൽ ഈ ആളെ മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ തങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതിശക്തമായി പ്രതികരിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും ചന്ദ്രൻ്റെ സ്വന്തം രാശിയായ കർക്കിടകക്കൂറിലാണ്. രാശിയാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ബുധനുമായതുകൊണ്ട്
ചന്ദ്രൻ്റെ ആ ഒരു ഹൃദയ നൈർമല്യവും സ്നേഹവും ബുധൻ്റെ അളക്കാനാകാത്ത ബുദ്ധിശക്തിയും തന്ത്രങ്ങളും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ ആയില്യ നക്ഷത്രക്കാർ. ഈ പറഞ്ഞത് എല്ലാവരിലും ഒരുപോലെ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ ഈ ജീവിതം നല്ല അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടു നടക്കുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കിവിടെ നിസ്സംശയം പറയാൻ സാധിക്കും. അതുമാത്രവുമല്ല, സംസാര ചാതുര്യം കൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ കഴിയുന്നവർ, ബിസിനസ്സിലും കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അതീവ മിടുക്കുള്ളവർ. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ആർക്കും പെട്ടെന്ന് പിടികൊടുക്കാത്ത ആ ഒരു നിഗൂഢ സ്വഭാവമുള്ളവരും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരെ തീർച്ചയായും വിശേഷിപ്പിക്കാം. എന്നാൽ ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുമ്പോൾ സ്വന്തം അധ്വാനം കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറഞ്ഞ ആയില്യ നക്ഷത്രക്കാർ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതെല്ലാം ആയില്യ നക്ഷത്രക്കാരിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബുധഗ്രഹത്തിൻ്റെ മഹാദശയിലാണ് ആയില്യ നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം വലിയ ആശയക്കുഴപ്പങ്ങളില്ലാതെ മാതാപിതാക്കളുടെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി കടന്നു പോകുന്നതായിരിക്കും. എങ്കിലും ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് അലർജി സംബന്ധമായിട്ടുള്ള ത്വക്ക് രോഗങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, അതിനെ തുടർന്ന് തൊലിപ്പുറമേ ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ കരപ്പൻ പോലുള്ള അസ്വസ്ഥതകൾ എന്നിവ ഇവർക്ക് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ജാതകത്തിൽ ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് കുട്ടിക്കാലത്ത് കളിതമാശകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ മുതിർന്നവരെ പോലെ സംസാരിക്കുന്നവരുമായിരിക്കും ഈ പ്രായത്തിലെ കുട്ടികളുടെ ആ ഒരു രീതി. എന്നാൽ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ ഭയങ്കര ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ. വിചാരിച്ച കാര്യം എങ്ങനെയും നേടിയെടുക്കാൻ ഇവർ ചില വക്രബുദ്ധികളും ഈ സമയത്ത് പ്രയോഗിച്ചിരിക്കും. പഠനകാര്യങ്ങളിൽ ഇവർ അതീവ മിടുക്കന്മാരായിരിക്കും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. എങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ മടിയുള്ള പ്രകൃതക്കാരായതുകൊണ്ട് അല്പം ചഞ്ചലമായ മനസ്സോടുകൂടിയായിരിക്കും ഇവർ ഈ 15 വയസ്സ് വരെയുള്ളവരുടെ കാലഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന കേതുദശയും തുടർന്ന് വരുന്ന ശുക്രദശയും ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചിന്താക്കുഴപ്പങ്ങളും എന്നാൽ അപ്രതീക്ഷിതമായ കരിയർ മുന്നേറ്റങ്ങളും ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഇവരുടെ ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ബുധൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ ഉയർച്ച കാണുന്നുണ്ട്. ബിസിനസ്, IT, മാർക്കറ്റിംഗ്, ഫിനാൻസ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പോലുള്ള മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായ വരുമാനം കണ്ടെത്താൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതായത് ഭൂരിഭാഗം ആളുകൾക്കും ഉറപ്പായിട്ടും സാധിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ ആകർഷണ ശക്തി. അത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായതുകൊണ്ട് വളരെയധികം സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും ഉണ്ടാക്കാൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. എന്നാൽ നിങ്ങളുടെ പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിൽ, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും പങ്കാളിയെക്കുറിച്ചുള്ള അമിതമായ ആധിയും കാരണം ഈ പറഞ്ഞ പോലെ പ്രണയബന്ധത്തിൽ ചില തകർച്ചകളോ മാനസിക ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വളരെ കൂടുതലാണ്. എന്നാൽ 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നത്. അതിനെ തുടർന്ന് 27 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ജാതക പൊരുത്തം വളരെ കൃത്യമായി നോക്കിയിരിക്കണം. പറയാൻ കാരണം ഇപ്പോൾ 10ൽ 10 പൊരുത്തം കിട്ടിയില്ലെങ്കിൽ പോലും മനപ്പൊരുത്തം നിങ്ങളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം.
അങ്ങനെ നോക്കിയില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ ദാമ്പത്യ വിജയത്തിന് അതൊരു വിലങ്ങുതടിയായി മാറാനും സാധ്യതയുണ്ടെന്നല്ല, സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 വയസ്സുകളിലൂടെ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേർന്ന് നിങ്ങൾ ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ശനി നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും പുരോഗതിയും ഉറപ്പായിട്ടും വന്നു ചേരും. ആ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി പുതിയൊരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ മറ്റ് കടബാധ്യതകളൊന്നുമില്ലാതെ ഒരു വീട് പണിയാനോ ഈ പറഞ്ഞ രീതിയിൽ വസ്തു വാങ്ങി വയ്ക്കാനോ ഭാഗ്യം വളരെ കൂടുതലാണ്. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ചില ചതികളോ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ ഈ കാലയളവിൽ മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെട്ട് മധ്യസ്ഥത വഹിക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പേര് ചീത്തയാകാനും സാധ്യത ഉണ്ടാക്കി വയ്ക്കും. കുടുംബജീവിതത്തിൽ ഈ സമയത്ത് പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പരസ്പര വിശ്വാസക്കുറവ് പോലുള്ള അത്തരം ഭിന്നതകളോ ഈ സമയത്ത് ഉറപ്പായിട്ടും വന്നു ചേർന്നേക്കാം. എന്നാൽ 45 വയസ്സിന് ശേഷം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ആ നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക നിലയിലും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിലും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ആ സമയത്ത് കുട്ടികളുടെ പഠനം, അവരുടെ നേട്ടങ്ങൾ എന്നിവ കണ്ട് നിങ്ങൾക്ക് മനസ്സിനേറെ സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ആ ഒരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മറ്റെല്ലാ നക്ഷത്രഫലങ്ങളിലും പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ ആയില്യം നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പരിപൂർണ പുരുഷായുസായിട്ടുള്ള 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം ഈ ഫലപ്രവചനങ്ങളെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് നിങ്ങൾ ആയില്യ നക്ഷത്രക്കാർക്കുള്ള വലിയൊരു സുഖസൗകര്യങ്ങളുടെയും സമൂഹത്തിൽ വലിയൊരു തൻ്റെടത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന സൂര്യദശയുടെയോ അല്ലെങ്കിൽ ഈ ചന്ദ്രദശയുടെയോ ആ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗം സിദ്ധിക്കും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക ആയില്യം നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി അവരുടെ കടമകളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച് പ്രത്യേകിച്ചും സാമ്പത്തികമായും സുരക്ഷിതമായിട്ടുള്ള ഒരു നല്ല നിലയിലായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും പ്രായമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച വരുത്തരുത്. അതായത് 58 വയസ്സിന് ശേഷം വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതിനോടൊപ്പം യൂറിനറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, പ്രമേഹം അതെല്ലാം ഓൾറെഡി അത് ജീവിതശൈലി രോഗങ്ങളായിട്ട് ഒട്ടുമിക്ക എല്ലാവരിലും ഉണ്ട്. നിങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമത്തിലും നിങ്ങളുടെ വ്യായാമ പദ്ധതികളിലും ഈ സമയം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ അതിനുശേഷം മുന്നോട്ട് പോകവേ നിങ്ങളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം നേരത്തേക്കാൾ കൂടുതൽ തിരികെ വരികയും ഒരു സുന്ദരമായ ജീവിത കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക്
സംജാതമാകുന്നത്. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിന് മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഈശ്വര ചിന്തയിലേക്കും സർപ്പഭജനത്തിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ഈ പ്രായത്തിൽ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നതായിരിക്കും. അതുമാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന കഠിനമായ ആ വഴികളെക്കുറിച്ചും നിങ്ങളുടെ ബുദ്ധിശക്തിയിലൂടെ നിങ്ങൾ നേടിയെടുത്ത മറ്റ് വിജയങ്ങളും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റ് നേട്ടങ്ങളെക്കുറിച്ചെല്ലാം ഓർത്ത് നിങ്ങൾക്ക് സ്വയം വലിയ അഭിമാനം തോന്നുന്ന ആ ഒരു അവസ്ഥയുമായിരിക്കും അപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കാതെ സ്വന്തം അന്തസ്സോടും പ്രതാപത്തോടും കൂടി ആ ഒരു വാർദ്ധക്യകാലം നയിക്കാൻ പ്രാപ്തിയുള്ളവരായിത്തീരും. കാരണം അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സമയത്ത് സിദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും കൃത്യമായ ബഹുമാനവും പരിചരണവും നിങ്ങൾക്ക് എപ്പോഴും കൂട്ടിനുണ്ടാകും. ഇനി നിങ്ങളുടെ ജനനം മുതലുള്ള ആ ജീവിതരേഖ, അതായത് ബാല്യം മുതൽ വാർദ്ധക്യവും തുടർന്ന് ആയുർനാശവും വരെയുള്ള ആ ഒരു ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരുപാട് അലച്ചിലുകളും കഷ്ടതകളും കഠിന ശ്രമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുമെങ്കിലും നിങ്ങളുടെ മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള സർവ്വപ്രതാപത്തോടും കൂടി ജീവിക്കുന്നവരാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട്, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലങ്ങളെ ലിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അല്പസ്വല്പ മാറ്റങ്ങളൊക്കെ ഉറപ്പായിട്ടും വരാം. എങ്കിലും പൊതുവായ ഫലം ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ബുധദോഷങ്ങൾ അകന്ന് വലിയ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും വന്നു ചേരാനും ഈ ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയോ, അതായത് ഈ പറഞ്ഞ 2 ദിവസങ്ങൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും മതി, ഇല്ലെങ്കിൽ 2 ദിവസവും ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നാഗരാജാവിന് 100 പാലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നീ വഴിപാടുകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ സർപ്പക്ഷേത്രങ്ങളിലോ കഴിപ്പിക്കുക. എല്ലാ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ഇത് കഴിപ്പിക്കണമെന്നില്ല. കാരണം സർപ്പക്ഷേത്രങ്ങളിലായിരിക്കും ഇത് കൃത്യമായിട്ട് കഴിപ്പിക്കുന്നത്. ഇപ്രകാരം ഞാൻ കൃത്യമായി ചെയ്താൽ അതീവ ഫലപ്രദമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആഴ്ചയിൽ ഒരു ദിവസം മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വഴിപാട് കൃത്യമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നാലും മതി. ഇനിയൊരു പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നേരിട്ട് ഈ പറഞ്ഞ പോലെ സർപ്പക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ യാതൊരു രീതിയിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സർപ്പപൂജ വളരെ കൃത്യമായും എല്ലാവിധ താന്ത്രിക ശാസ്ത്ര വിധി അനുസരിച്ചുമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലപ്രാപ്തി ഞെട്ടിക്കുന്നതായിരിക്കും. അതിനാൽ നിങ്ങളുടെയും കുടുംബത്തിലുള്ളവരുടെയും പേരും ജന്മനക്ഷത്രവും നിങ്ങൾ ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വരും വീഡിയോകളിൽ തന്നാലും മതി. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ അത് അത്യുത്തമമായിരിക്കും. അങ്ങനെ നിങ്ങൾ സത്യസന്ധമായി ഈ കമൻറ്റ് ഇവിടെ രേഖപ്പെടുത്തിയാൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എനിക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കൃത്യതയോടുകൂടി ആ പൂജാ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഭിപ്രായം എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ ആയില്യം നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം ഫലപ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.